നമസ്കാരം. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന സമയത്ത് ഹമാസിനെയും ഇറാനെയും ഹൂത്തികളെയും ഹിസ്ബുള്ളയെയും ഒക്കെ ട്രോളിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ ചില ഓൺലൈൻ മഞ്ഞ ചാനലുകൾ നിരവധി വാർത്തകൾ അവർ പടച്ചുവിട്ടിരുന്നു. ഇറാൻ ഇവിടെ ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും ഒക്കെ തള്ളിപ്പറഞ്ഞു. അതുപോലെ തന്നെ ഹൂത്തികളും ഹിസ്ബുള്ളയും ഒന്നും ഇപ്പോൾ അവശേഷിക്കുന്നില്ല, അമേരിക്കയും ഇസ്രായേലും അവരെയൊക്കെ ഒരു പരുവമാക്കി, ഇത്തരത്തിലുള്ള വാർത്തകളായിരുന്നു. യഥാർത്ഥത്തിൽ ഹമാസ് എന്താണ്, അവരുടെ ലക്ഷ്യം എന്താണ്, ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനു വേണ്ടി അവർ ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിക്കും എന്ന് ഇവിടെ ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ച ആളുകളെ പോലും ബോധ്യപ്പെടുത്തിയ കുറച്ച് ദിവസങ്ങളാണ് കടന്നുപോയത്. ഇവിടെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഒരിക്കൽ പോലും കരാർ ലംഘനത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാത്ത ഒരു വിഭാഗമാണ് ഹമാസ്. അത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഇന്ന് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതേസമയം ഇസ്രായേൽ തുടർച്ചയായി കരാർ ലംഘിക്കുന്നു. പലപ്പോഴും ഈ കരാർ ലംഘനങ്ങളൊക്കെ ഇവർ കാണുന്നുണ്ട്. ആദ്യമൊന്നും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. എന്നാൽ ഇപ്പോൾ കരാർ ലംഘനം തുടർച്ചയായി നടത്തുന്ന ഇസ്രായേലുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇനി ഒരു അറിയിപ്പില്ലാതെ, ഇനി ഒരു തീരുമാനമുണ്ടാകാതെ ബന്ദികളെ വിട്ടുകൊടുക്കുന്ന ഒരു പ്രശ്നമില്ല എന്ന ഒരു നിലപാട് ഹമാസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂട്ടിനുണ്ടെങ്കിൽ എന്ത് നെറികേടും കാണിച്ചു കൂട്ടാം എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു അവർ. അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത്. എന്നാൽ ഈ സമയങ്ങളിലൊക്കെ പ്രത്യേകിച്ച് യാതൊരുവിധ പ്രതികരണവും നടത്താതിരുന്ന ഹമാസ് ഇപ്പോൾ പറയുന്നത്, ഞങ്ങൾ ഇസ്രായേലിനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇസ്രായേൽ ഏതു വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്, ഏതുവരെ അവർ പോകുന്നത് വരെ ഒന്ന് പോകട്ടെ, അതിനുശേഷം ബാക്കി തീരുമാനങ്ങൾ എടുക്കാം എന്ന ഒരു നിലപാടിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഞങ്ങൾക്കിപ്പോൾ പുതിയ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നിരിക്കുന്നു. ഇവിടെ ഇസ്രായേലിൽ നിന്നും ഫലസ്തീനിലേക്ക് ഒരുപാട് ആളുകളെ അവർ തടവിൽ പാർപ്പിച്ചിരുന്നു. ആ ആളുകളെ ഫലസ്തീനിലേക്ക് അവർ തിരിച്ചയച്ചിരുന്നു. അത്തരത്തിലുള്ള ആളുകൾക്ക് ഗസയിലേക്ക് വരാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഗസയിലേക്ക് വരുന്ന ആളുകളെ, വടക്കൻ ഗസയിലേക്ക് വരുന്ന ആളുകളെ തടഞ്ഞു നിർത്തുന്നു, അവരെ ആക്രമിക്കുന്നു. അതുപോലെ തന്നെ ഈ ഫലസ്തീനിലേക്ക് വന്ന തടവു പുള്ളികൾ, ബന്ദികളാക്കിയിരുന്ന ആളുകളെ ഇസ്രായേൽ വിട്ടയച്ച ആളുകളുടെ വീടുകളിൽ വ്യാപകമായി റെയ്ഡ് നടക്കുന്നു. 25ഓളം വരുന്ന ഫലസ്തീനികളെ ഈ കരാർ നടപ്പിലാക്കിയതിനു ശേഷം, പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇസ്രായേൽ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. തുടർച്ചയായി ഷെല്ലാക്രമണം, അതുപോലെ തന്നെ അത്തരത്തിലുള്ള നിരവധി ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഇനിയും ഈ ഒരു കരാറുമായി മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല എന്നുള്ള ഒരു നിലപാടാണ് ഹമാസ് സ്വീകരിച്ചത്. ഈ ഒരു നിലപാട് പ്രഖ്യാപിച്ചപ്പോൾ ഇവിടെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഭീഷണിയുടെ ഒരു സ്വരമാണ്. അതുപോലെ തന്നെ ഇസ്രായേലും അത്തരത്തിലുള്ള ചില ഭാഷ തന്നെയാണ് ഇവിടെ ഹമാസിനെതിരെ ഉപയോഗിക്കുന്നത്. എന്നാൽ അത്തരത്തിൽ കണ്ണുരുട്ടി പേടിപ്പിച്ചതുകൊണ്ട് പേടിക്കുന്ന ഒരു വിഭാഗമല്ല ഞങ്ങൾക്കറിയാം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് അമേരിക്കയെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും അവർക്ക് വേണ്ടി പണിയെടുത്തിരുന്ന ചില മഞ്ഞ ചാനലുകാരെയും ഇപ്പോൾ ഹമാസ് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇറാൻ ഹമാസിനെയും അതുപോലെ തന്നെ ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും ഒക്കെ കൈയൊഴിഞ്ഞു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലുത് അവരുടെ നിലനിൽപ്പാണ്, മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ, പ്രത്യേകിച്ച് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നു എന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇറാൻ പിൻവലിഞ്ഞു എന്നൊരു വാർത്തയാണ് ഇവർ പ്രചരിപ്പിച്ചത്. എന്നാൽ ഇറാൻ എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നതിനെ കുറിച്ച് ഈ പറയുന്ന ആളുകൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എത്രയോ സംവിധാനങ്ങൾ ഇവിടെ അമേരിക്കയെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും ഒക്കെ ഇറാൻ വെല്ലുവിളിക്കുകയാണ്. വേണ്ടി വന്നാൽ ഞങ്ങൾ കളത്തിൽ ഇറങ്ങും, അമേരിക്കയും ഇസ്രായേലും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, ഞങ്ങൾക്കതൊരു വിഷയമല്ല എന്ന ഒരു നിലപാട് സധൈര്യം ഇറാൻ പ്രഖ്യാപിക്കുകയാണ്. എന്തായാലും ഇറാന് മുന്നിൽ ഇപ്പോൾ ഇസ്രായേലിന് മുട്ടിടിക്കുകയാണ്. ഇറാൻ ഏത് നിമിഷവും ഇറാന്റെ ഭാഗത്തു നിന്നൊരു അറ്റാക്ക് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ അറ്റാക്ക് പ്രതീക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിക്കാൻ പോയതും ഇറാനെതിരെ അങ്ങോട്ട് ഒരു അറ്റാക്ക് നടത്താൻ കഴിയുമോ എന്നതിനെ കുറിച്ച് ഇസ്രായേൽ ഇപ്പോൾ ചിന്തിക്കുന്നതും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇവിടെ ഹൂത്തികൾ ഇപ്പോൾ അവശേഷിക്കുന്നില്ല, ഹിസ്ബുള്ള അവശേഷിക്കുന്നില്ല എന്ന രീതിയിലുള്ള ഒരു പ്രചരണമാണ്. ഇവിടെ ഹൂത്തികളുടെ നേതാവായിട്ടുള്ള അബ്ദുൽ മാലിക് അൽ ഹൂത്തി, ഇന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അജ്ഞനായ വിഡ്ഢി എന്നാണ് അമേരിക്കൻ പ്രസിഡന്റിനെ ഇവിടെ ഹൂത്തികളുടെ നേതാവ് വിശേഷിപ്പിച്ചത്.
ഞങ്ങളുടെ വിരലുകൾ അതായത് തോക്കിൽ തന്നെയാണ്. ഏത് നിമിഷവും ഞങ്ങൾക്ക് ആ കാഞ്ചി വലിക്കാം, വെടിപ്പൊട്ടും. അമേരിക്ക ഇവിടെ ഗസയെ ആക്രമിച്ചാൽ വീണ്ടും ഗസ ചുട്ടുകളയുമെന്നൊക്കെയാണ് ഇവർ ഭീഷണിപ്പെടുത്തുന്നത്. ഗസയിൽ ഇനി ചുടാൻ എന്താണ് ബാക്കിയുള്ളത് എന്ന് ചോദിച്ചാൽ അത് അമേരിക്കൻ പ്രസിഡന്റിനും അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും മാത്രമേ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയുകയുള്ളൂ. ഇവരുടെ കൺവെട്ടത്തൊന്നുമില്ല. ഇവർക്ക് നശിപ്പിക്കാൻ കഴിയുന്നതൊക്കെ ഇവർ നശിപ്പിച്ചിട്ടുണ്ട്. അതേസമയം അവിടെ മനുഷ്യരുണ്ടോ എന്ന് ചോദിച്ചാൽ മനുഷ്യരുണ്ട്. ഹമാസിന്റെ പോരാളികൾ അതിശക്തമായി തന്നെ ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ സാന്നിധ്യം ഇപ്പോഴും ഗസയിലുണ്ട്. എന്നാലും ഇവിടെ ഹൂത്തികളുടെ നേതാവ് അമേരിക്കയെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും ഒക്കെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു, വെല്ലുവിളിക്കുകയാണ്. ഞങ്ങളുടെ വിരലുകൾ ഇപ്പോഴും തോക്കിന്റെ കാഞ്ചിയിലുണ്ട്, ഞങ്ങൾ ആ കാഞ്ചി വലിക്കാൻ ഞങ്ങൾക്ക് വലിയ പ്രയാസമൊന്നുമില്ല. അജ്ഞനായ വിഡ്ഢിയാണ് ഇവിടെ ഡൊണാൾഡ് ട്രംപ് എന്നൊക്കെയുള്ള വാക്കുകളാണ് ഇവിടെ അബ്ദുൽ മാലിക് അൽ ഹൂത്തിയുടെ ഭാഗത്തു നിന്നും അദ്ദേഹം ഇവിടെ അമേരിക്കൻ പ്രസിഡന്റിനെതിരെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ ഹൂത്തികളില്ല, അവരൊക്കെ അവസാനിച്ചിരിക്കുന്നു, അവരിനി അവശേഷിക്കുന്നില്ല എന്ന് പറഞ്ഞ ആ വിഭാഗത്തിന്റെ മുഖത്ത് നോക്കി ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്, ഇറങ്ങാൻ സമയമായാൽ ഞങ്ങൾ ഇറങ്ങും, അതിൽ യാതൊരുവിധ തർക്കവുമില്ല എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഹൂത്തികൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയും ഇസ്രായേലും കണ്ണുരുട്ടി ഭയപ്പെടുത്തുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് പോകാൻ അവർ ധൈര്യപ്പെടുമോ എന്ന കാര്യം സംശയമാണ്. എന്തായാലും അത്തരത്തിലുള്ള ചില വെല്ലുവിളികളും ചില പ്രഖ്യാപനങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഗസയെ വീണ്ടും ആക്രമിക്കും, ബന്ദികളെ ഈ വരുന്ന ശനിയാഴ്ചക്കകം മോചിപ്പിച്ചില്ലെങ്കിൽ ഗസ ചുട്ടുകളയും എന്നൊക്കെയുള്ള ഭീഷണികളാണ്. എന്നാൽ ഈ ഭീഷണികൾക്കൊന്നും വഴങ്ങാതെ അതിശക്തമായ നിലപാട് സ്വീകരിച്ച് ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനം എന്താണ് എന്നും അത് എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നും ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്നും മരണം അവർക്കൊരു വിഷയമേ അല്ല എന്നും ഇവിടെ ഇസ്രായേലിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേലിന്റെ ഉറക്കം നഷ്ടപ്പെടുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം ഇറാൻ അതിശക്തമായി ഒരുപാട് ദൂരം മുന്നോട്ട് പോയിരിക്കുന്നു. അതുപോലെ തന്നെ ഹൂത്തികൾ ശക്തമായി ഇവിടെ തന്നെയുണ്ട്, ഞങ്ങൾ എന്തിനും തയ്യാറാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ഹമാസ് ആണെങ്കിൽ സധൈര്യം ഞങ്ങൾ ഇസ്രായേലിനെയും അമേരിക്കയെയും നേരിടാൻ തയ്യാറാണ് എന്നുള്ള ഒരു വെല്ലുവിളി ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ഹമാസിനെയും ഗസയെയും ചുട്ടുകളയുമെന്ന് പറഞ്ഞപ്പോൾ അതിനെ ഒട്ടും വകവെക്കാതെ അതിശക്തമായ നിലപാട് അവർ സ്വീകരിച്ചിരിക്കുന്നു. ഈ ഇസ്രായേലിനും അമേരിക്കക്കും എന്താണ് ഇവരെ ചെയ്യാൻ കഴിയുക, ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത്? ഇവർ പറഞ്ഞ രീതിയിൽ വീണ്ടും ഗസയുമായ ഒരു യുദ്ധത്തിന് അല്ലെങ്കിൽ ഹമാസുമായ ഒരു യുദ്ധത്തിനാണ് ഇവർ തിടുക്കം കൂട്ടുന്നത് എങ്കിൽ അതിശക്തമായ ഒരു യുദ്ധം തന്നെ ഇവിടെ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഈ യുദ്ധമുഖത്ത് ഇറാന്റേതായിട്ടുള്ള ഒരു റോൾ നിർവഹിക്കും. ഹൂത്തികൾ അതിശക്തമായ ഒരു നിലപാട് സ്വീകരിക്കും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉറക്കമില്ലാത്ത ഒരുപാട് രാത്രികൾ ഇസ്രായേലികൾക്കും ഇസ്രായേൽ ഭരണകൂടത്തിനും ഹൂത്തികൾ സമ്മാനിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്.